ഹലോ കൂട്ടുകാരെ, സോബീസ് ഫോർ യൂസ് സ്വാഗതം. ഇന്ന് നമുക്കൊരു ഗുജറാത്തി ചിക്കൻ കാണാം. ഗുജറാത്തി ചിക്കനിലേക്ക് വേണ്ടത് ചിക്കൻ, 2 തക്കാളി, സ്പൈസസ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, മല്ലിപ്പൊടി, ചെറുജീരകപ്പൊടി. ഇതെല്ലാം പാകത്തിന് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു 2 കിലോ ചിക്കനാണ് നമ്മുടെ അടുത്തുള്ളത്. സവോള, വേപ്പില. പിന്നെ അതിൽ പ്രത്യേകമായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് മിൽക്കി മിസ്റ്റിൻ്റെ പുളിയില്ലാത്ത തൈര്. ഇതിൽ നമ്മൾ നല്ല വെളിച്ചെണ്ണ ഒരു ഉരുളി എടുക്കുകയാണെങ്കിൽ അടി കനമുള്ള ഒരു ഉരുളി എടുത്തിട്ട് വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കതിൽ സ്പൈസസ് ഇട്ട് കൊടുക്കണം. ആദ്യമായിട്ട് സ്പൈസസ് അധികം നേരമായിട്ട് മൂപ്പിക്കേണ്ട. നല്ല ചൂടുള്ള വെളിച്ചെണ്ണ ആണെങ്കിൽ അധികം നേരം നമ്മൾ മൂപ്പിക്കേണ്ട കാര്യമില്ല. പെട്ടെന്ന് തന്നെ സബോള ഇട്ട് കൊടുത്ത് വഴറ്റുക. നല്ല രീതിയിൽ വഴറ്റുക. അതായത് നല്ല സബോളയൊക്കെ നന്നായി ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടു. അതിനുശേഷം നന്നായി ആ ഒരു പച്ചമണം പോണ വരെ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ തന്നെ ആ പച്ചമണം പോകുന്ന വരെ നന്നായി വഴറ്റിയെടുക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തക്കാളി 2 തക്കാളിന് എടുത്തുള്ള ഒരു മീഡിയം തക്കാളി. നല്ല പഴുത്ത തക്കാളി എടുക്കുക. എപ്പോഴും നമ്മൾ റോസ്റ്റിനെ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും നല്ല പഴുത്ത തക്കാളി ആകുമ്പോൾ പെട്ടെന്ന് നമുക്കത് വെന്ത് കിട്ടും. നന്നായി ഉടഞ്ഞ് കിട്ടണം എപ്പോഴും തക്കാളി. ഇതിനോടൊപ്പം മല്ലിയില നമ്മൾ ഇപ്പോൾ ചേർത്ത് കൊടുക്കുക. നമ്മുടെ മുളക് പൊടികൾ ചേർക്കുന്നതിന് മുമ്പ് നമ്മൾ മല്ലിയില കുറച്ച് ചേർത്ത് കൊടുക്കുക. അവസാനം നമുക്ക് വേണം അതിൻ്റെ ഹാഫ് പകുതിയോളം ഇപ്പോൾ ചേർത്താൽ മതി. വരട്ടെ. നമുക്ക് കുറേശ്ശെ പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയാണ് നമുക്ക് ആദ്യം ഇടുന്നത്. മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ട് കൊടുത്തു. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. അപ്പോൾ നമ്മൾ തീ എപ്പോഴും കുറച്ച് വയ്ക്കണം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ, അതുകൊണ്ടാണ് കൂടുതൽ പറയാത്ത. തീ എപ്പോഴും കുറച്ച് വയ്ക്കണം പൊടികൾ ചേർക്കുമ്പോൾ. അതുപോലെ മല്ലിപ്പൊടി. ഈ മല്ലിപ്പൊടി എപ്പോഴും ചേർത്ത് കൊടുക്കുമ്പോൾ ഏത് കറിയിലേക്ക് ആയാലും മല്ലിപ്പൊടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് ആ ഒരു പച്ചമണം മുളക് എടുത്തതിന് ശേഷം നമ്മൾ മുളക് പൊടി ചേർക്കാൻ വേണ്ടി പാടുള്ളൂ. നമ്മൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഒരുമിച്ച് ചേർക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് സെപ്പറേറ്റ് ചേർക്കുന്നതാണ്. ഇപ്പോൾ ഞാനിതിൽ 2 മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഒന്ന് കാശ്മീരി, ഒന്ന് സാധാ മുളക് പൊടി. ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ജീരകപ്പൊടി അതുപോലെ തന്നെ ഗരം മസാലപ്പൊടി നമുക്ക് ചേർക്കാം. ഇത് ശരിക്കും നോർത്ത് ഇന്ത്യൻ ഒരു ഫുഡാണ് ശരിക്കും. ഇത് എന്നാലും നമ്മൾ വയ്ക്കുന്ന രീതിയിലാണത്. പക്ഷേ ഇതിൽ മെയിനായിട്ട് അവർ ചേർക്കുന്നത് എന്താ വെച്ചാൽ ഇതിൽ തൈരാണ്. അത് പുളിയില്ലാത്ത തൈരാണ് ഇതിൽ മെയിനായിട്ട് ചേർക്കുന്നത്. പിന്നെ അതിൽ വേണമെങ്കിൽ നമുക്ക് ഇതിൽ ഫ്രഷ് മിൽക്ക് വേണമെങ്കിൽ ചേർക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഇത് നമ്മൾ നാടൻ രീതിയിലാണ് നമ്മൾ ഈ ചിക്കൻ കറി നമ്മൾ വയ്ക്കുന്നത്. പാകത്തിന് വെള്ളം ഒഴിക്കുക, ഉപ്പ് നോക്കുക, ഉപ്പിട്ട് കൊടുത്തിട്ട് കറക്റ്റ് ഉപ്പ് പാകത്തിനാവണം. ചിക്കനിലേക്ക് പിടിക്കാനുള്ള ഉപ്പൊക്കെ വേണം. പിന്നെ അതിൽ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ വീടുകളിൽ വയ്ക്കുമ്പോൾ നമ്മൾ ചിക്കനൊക്കെ വറുത്തിട്ടല്ല നമ്മൾ റോസ്റ്റ് ചെയ്യുക. ഇത് ചിക്കൻ വറക്കേണ്ട കാര്യമില്ല. ഇത് ബിരിയാണിക്കായാലും ഈ സെയിം വെപ്പ് എടുത്തിട്ട് നമ്മൾ ബിരിയാണിക്ക് ഈ റോസ്റ്റ് ഉപയോഗിക്കാം. നമ്മുടെ വേണ്ടി ഉപയോഗിക്കാം. പച്ചമുളക്, വേപ്പില എല്ലാം ഇട്ടതിന് ശേഷം ജീരകപ്പൊടി, ഇപ്പോൾ ഏകദേശം ആ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു. നമ്മൾ ചിക്കൻ ഇടാത്തൊരു പരിവായ നേരത്ത് തൈര്, പുളിയില്ലാത്ത തൈര് ഒഴിച്ചു കൊടുക്കുക. തൈര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ നമ്മൾ പാകത്തിനുള്ള ഉപ്പ് നമ്മൾ ടേസ്റ്റ് നോക്കണം. നല്ല രീതിയിൽ വെച്ച് കൊടുക്കുക. എണ്ണ അതുപോലെ തന്നെ തെളിഞ്ഞു വരും. ഇതുപോലെ തെളിഞ്ഞു വന്നതിന് ശേഷം നമ്മൾ ചിക്കൻ അതിലേക്ക് ഇടുകയാണ്. ചിക്കനെല്ലാം എടുത്ത് ഫുള്ളായിട്ട് ആ ഗ്രേവിയിൽ ഇളക്കി നല്ലോണം മിക്സ് ചെയ്യാം. ചിക്കനൊക്കെ ഒരു മീഡിയം പീസാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. ഇങ്ങനത്തെ കറിക്ക് വലിയ പീസുള്ള എല്ലാ മസാലയിൽ പിടിക്കാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്യാം. ഇതേ ചിക്കനിൽ തന്നെ നമുക്ക് ബിരിയാണി വേണമെങ്കിൽ നമ്മുടെ ഇട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇതേ കൂട്ടന്നെ ഈ ഹൈദരാബാദി ബിരിയാണിയൊക്കെ ഈ രീതിയിലാണ് വെക്കുന്നത്. അത് പലരും പല രീതിയിൽ വെക്കുന്നു മാത്രം. ഈ തൈര് കൂടുതൽ നമ്മൾ ചേർക്കുന്നുണ്ട്. ഈ ചിക്കനൊക്കെ എല്ലാം നന്നായി വെന്ത് കഴിയുമ്പോൾ നല്ല ജ്യൂസി ആയിട്ട് കിട്ടും. കാരണം എല്ലൊക്കെ സെപ്പറേറ്റ് നമുക്ക് അധികം
അതുപോലെ മാംസമൊക്കെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ ഒരു പകുതി വേവായിട്ടുണ്ട് ചിക്കനൊക്കെ, മൂടി വയ്ക്കുക, വേവിക്കുക വീണ്ടും. ഇപ്പോൾ ഏകദേശം ചിക്കനൊക്കെ വെന്തു, നല്ലൊരു പരിവായിട്ടുണ്ട്, ചാറൊക്കെ കുറുകി വരുന്നുണ്ട്. ഇത്രയ്ക്കൊക്കെ ഗ്രേവി വേണ്ട റോസ്റ്റിന്, അതുകൊണ്ട് ഒരുപാട് ഗ്രേവി ആയാലൊക്കെ ടേസ്റ്റ് പോകും. ഇപ്പോൾ ഏകദേശം ചിക്കന് വേവായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലിപ്പോൾ മല്ലിയില നമ്മൾ ചേർക്കണം, കുറച്ച് ഗരം മസാലപ്പൊടി ഇടണം. മല്ലിയില ഇട്ടു. ഇതെല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്